തൗറാത്ത് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച തൗറാത്തിൽ ആ തൗറാത്തിനെ അവർ തോലറ്റി എന്ന് ഇപ്പോൾ പറയുന്നു. ആ തൗറാത്ത് മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് നൽകിയതായ തൗറാത്തിൽ അല്ലാഹുവിന്റെ റസൂല് വരുമെന്നും മുഹമ്മദ് എന്ന് പറയുന്ന പ്രവാചകൻ വരുമെന്ന് അവരോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മുഹമ്മദിയ എന്ന് പറയുന്ന പ്രവാചകൻ, ആ പ്രവാചകനെ മുൻനിർത്തി ഇപ്പോഴും ജൂതന്മാർ ബൈത്തുൽ മുഖദ്ദസിന്റെ വിലാപ മതിൽ എന്ന് പറയുന്ന ആ മതിലിലേക്ക് ചേർന്ന് നിന്നുകൊണ്ട് അവർ പ്രാർത്ഥന നടത്തുന്നുണ്ട്. ഇപ്പോഴും ബൈത്തുൽ മുഖദ്ദസിന്റെ ആ മതിലിനോട് ചേർന്നുകൊണ്ട് അവർ പ്രാർത്ഥന നടത്തുന്നുണ്ട്. വാഗ്ദത്ത പ്രവാചകൻ, തൗറാത്തിൽ പറഞ്ഞ പ്രവാചകൻ വന്നിട്ടില്ല എന്നാണ് അവർ വിശ്വസിക്കുന്നതെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൗറാത്തിൽ പറഞ്ഞ മുഴുവൻ വിശേഷണങ്ങളും ഒത്തവരാണെന്ന് അവരോട് പറഞ്ഞു കൊടുത്തിട്ടും അവരത് അംഗീകരിക്കുന്നില്ല. കാരണം അവരുടെ തറവാട്ടിൽ നിന്നല്ല വരുന്നത്, അവരുദ്ദേശിക്കുന്ന തറവാട്ടിൽ നിന്നല്ല വരുന്നത്. അതുകൊണ്ട് തന്നെയാ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം മുതൽക്ക് തന്നെ, അവിടുത്തെ ചെറുപ്രായം മുതൽക്ക് തന്നെ അല്ലാഹുവിന്റെ റസൂലിനോട് ഒരു പറ്റം ജൂതന്മാർ ശത്രുത പുലർത്തിയിരുന്നു. ഖൈബറിൽ വെച്ച് അല്ലാഹുവിന്റെ റസൂലിന് ഒരു ജൂതപ്പെണ്ണ് ആട് മാംസത്തിൽ വിഷം കലർത്തി കൊടുത്തിരുന്നു. അല്ലാഹുവിന്റെ റസൂലിനെ കൊല്ലാൻ വേണ്ടി ആ പെണ്ണൊരുത്തി ശ്രമിച്ചിരുന്നതായി ചരിത്രത്തിൽ കാണാം. പറഞ്ഞു വരുന്നത്, അല്ലാഹുവിന്റെ ഹബീബിനെ കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മൾ ഓർത്തു കഴിഞ്ഞാൽ പിന്നീട് ഏറ്റവും കൂടുതൽ ഓർക്കുന്നത് ഇബ്രാഹിം നബിയെയാണ്. അത്തഹിയാത്തിൽ 5 നേരം നമ്മൾ ഇബ്രാഹിം നബിയുടെ പേര് പറയുന്നുണ്ട്. 5 നേരം ഇബ്രാഹിം നബിയുടെ പേര് പറയുന്നുണ്ട്. 1,24,000 അമ്പിയാക്കന്മാരുണ്ടായിട്ട് അതിൽ 313 മുർസലീങ്ങൾ ഉണ്ടായിട്ട് ഉലുൽ അസ്മുകളാകുന്ന 5 പ്രവാചകന്മാരുണ്ടായിട്ട് അതിൽ നിന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അനുസ്മരിക്കുന്നത് പോലെ, ഇബ്രാഹിം നബിയെ ഓർക്കുന്നത് പോലെ നാം ആരെയും ഓർക്കുന്നില്ല. ഇബ്രാഹിം നബിന്റെ പേര് ഈ ഉമ്മത്ത് ഇപ്പോഴും വിളിച്ചു പറയുകയാ. ആ ഇബ്രാഹിം നബിന്റെ സ്മരണകൾ അയവിറക്കുന്നതാണ്. ഹജ്ജും ഉംറയും ആ ഇബ്രാഹിം നബിന്റെ സ്മരണകൾ അയവിറക്കുന്നതാ. വർഷത്തിൽ ഒരു തവണ ലോകത്തുള്ള മുസ്ലിമീങ്ങൾ എല്ലാവരും ഇബ്രാഹിം നബിന്റെ പേരിൽ വലിയ ആണ്ട് കഴിക്കുകയാ. അതിന് വലിയ ഉരുക്കൾ, വലിയ മൃഗങ്ങൾ, ഉദ്ഹിയ്യത്ത് എന്ന പേരിൽ ഞാനും നിങ്ങളും ലോകത്തുള്ള കോടിക്കണക്കിന് മുസ്ലിമീങ്ങൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പേരിൽ വലിയ ആണ്ട് നേർച്ച കഴിക്കുകയാ. അതെ, 25, 100, 150 ഒക്കെ മൃഗങ്ങളെ അറുത്തുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഓർക്കുകയാ. അന്ന് ഇബ്രാഹിം നബി അവിടുന്ന് ആടിനെ അറുത്ത ആ സ്മരണ ഈ ഉമ്മത്ത് ഇന്നും തുടരുകയാ. ആ ഇബ്രാഹിം നബിന്റെ മകൻ ഇസ്ഹാഖ് നബിയിലൂടെയാ മഹാനായ മൂസ നബി വന്നത്. അതുകൊണ്ട് തന്നെ ആ പരമ്പരയിലൂടെയുള്ള പ്രവാചകനെ അംഗീകരിക്കൂ എന്നതുകൊണ്ടാ തൗറാത്തിന്റെ ആളുകൾ എന്ന് പറയുന്ന യഹൂദികൾ, ജൂതന്മാർ മുത്തുനബിയെ അംഗീകരിക്കാതിരിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പരമ്പരയിൽ ലോകത്ത് വന്ന ഒരേ ഒരു പ്രവാചകൻ ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്. എന്തെങ്കിലും ഒരു സലാത്ത് ഇല്ലാത്തത്? റബീഉൽ അവ്വൽ കഴിഞ്ഞതുകൊണ്ടാ. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്മായിൽ നബിന്റെ പരമ്പരയിലാണ് വന്നത്. നിങ്ങൾ നോക്കൂ, റസൂലുള്ളാഹിക്ക് 3 ആൺകുട്ടികളെയാണ് അല്ലാഹു കൊടുത്തത്. 2 ആൺകുട്ടികളെ പ്രസവിച്ചത് ഖദീജുമ്മ ബീവിയ. അവിടത്തേക്ക് 6 മക്കളെ കൊടുത്തത് ഖദീജുമ്മ ബീവിയ. മകൻ ഇബ്രാഹിം എന്ന കുട്ടിയെ കൊടുത്തത് മാരിയത്തുൽ ഖിബ്തിയ്യ എന്ന ഉമ്മയാ. മുത്തുനബിക്ക് വഫാത്തിന്റെ അവസരത്തിൽ 9 ഭാര്യമാരുണ്ടായിരുന്നു. അൻതിസ്ഇ നിസ്വത്തിൻ വഫാത്തുൽ മുസ്തഫ ഖുയ്ർന ഫഖ്തർന നബിയൽ മുഖ്തഫ ആയിഷത്തും വസൗദത്തും വഹഫ്സ
സഫിയ്യത്തും മൈമൂനത്തുൻ വറംല ഹിന്ദും വസൈനബും കദാ ജുവൈരിയ ലിൽമുഅ്മിനീന ഉമ്മഹാതു മർദിയ. 9 ഭാര്യമാർ അവിടുത്തെ വഫാത്തിന്റെ അവസരത്തിൽ ഉണ്ടായിരുന്നു. ആ ഭാര്യമാരെ പേര് പൂർവകാലം മുതൽക്ക് തന്നെ മുസ്ലിമീങ്ങൾ പഠിച്ചു വെക്കുന്നതാണ്. റസൂലുള്ളാഹിന്റെ ഭാര്യമാരെ പേര്, റസൂലുള്ളാഹിന്റെ മക്കളെ പേര്, അതോട് കൂടെ തന്നെ 25 മുർസലീങ്ങളെ പേര് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ 25 മുർസലീങ്ങളെ പേര്, അതേ മുഖർറബുകളായ 10 മലക്കുകളുടെ പേര്. ഇതെല്ലാം മുസ്ലിം സമുദായത്തിന് നേരത്തെ മനഃപ്പാടമുള്ളതാ. ഈ 9 ഭാര്യമാരെ കൂട്ടത്തിൽ അവിടെ നിന്ന് വഫാത്താകുന്ന അവസരത്തിലുണ്ടായ ഭാര്യമാരാണെങ്കിൽ അതിന്റെ മുമ്പുണ്ടായ ഭാര്യയാണ് ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ. 2 ഭാര്യമാരെ റസൂലുള്ളാഹി ത്വലാഖ് ചൊല്ലിയിട്ടുണ്ട്. അങ്ങനെ 12 ഭാര്യമാർ അവിടത്തേക്ക് ഉണ്ടായിട്ടുണ്ട്. 13 അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. വഫാത്തിന്റെ അവസരത്തിൽ 9 ഭാര്യമാരെ ഉണ്ടായിട്ടുള്ളൂ. ഇതിലാരിലും മുത്തുനബിക്ക് മക്കളുണ്ടായിട്ടില്ല. ആരിലും മക്കളുണ്ടായിട്ടില്ല. മക്കളുണ്ടായത് ഖദീജ ബീവിയിൽ മാത്രമാണ് മക്കളുണ്ടായത്. പ്രിയപ്പെട്ടവരെ, ആ ഖദീജ ബീവിയുടെ മക്കളാകുന്ന ഖാസിം, അതേപോലെ തന്നെ അബ്ദുള്ള എന്നീ 2 മക്കൾക്ക് അബ്ദുള്ള എന്ന പേര് മുത്തനബിന്റെ ബാപ്പാന്റെ പേരാണ്. അബ്ദുള്ള എന്ന പേരാണ് ഒരു മകനിട്ടത്. മറ്റൊരു മകൻ ഇബ്രാഹിമാണ്. ഇബ്രാഹിം എന്നത് വല്യപ്പാന്റെ പേരാണ്. റസൂലുള്ളാഹിക്ക് 3 ആൺകുട്ടികൾ ഉണ്ടായിട്ട് 3 ആൺകുട്ടികളിൽ 2 മക്കൾക്ക് പിതാക്കന്മാരെ പേരിട്ടു. ഒരു മോന് ഖാസിം എന്ന് പേരിട്ടു. 3 പേർക്കും പിതാക്കന്മാരെ പേരിട്ടിരുന്നുവെങ്കിൽ നമ്മളാകുന്ന സമുദായം നമ്മുടെ മക്കൾക്കൊക്കെ ഉപ്പാപ്പമാരെ പേരിടേണ്ടിയിരുന്നു. പ്രിയപ്പെട്ടവരെ, നോക്ക് നിങ്ങൾ, അവിടെയും ഉപ്പാപ്പമാരെ തെരഞ്ഞെടുത്തപ്പോ മുത്തുനബി തെരഞ്ഞെടുത്തത് ഇബ്രാഹിം നബിയെ ആണ്. ഇവിടെ ജൂതന്മാരും ക്രിസ്തീയരും എല്ലാവരും അംഗീകരിക്കുന്ന പ്രവാചകനാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. എല്ലാവരും അംഗീകരിക്കുന്നു. മുസ്ലിം സമുദായം മുഴുവൻ പ്രവാചകന്മാരെയും അംഗീകരിക്കുന്നു. മഹാനായ ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇസ്രായേൽ സന്തതികളിലെ അവസാനത്തെ പ്രവാചകനാണ്. ബനു ഇസ്രായേൽ സന്തതികളിലെ അവസാനത്തെ പ്രവാചകനാണ് ഈസ നബി. ആദ്യത്തെ പ്രവാചകൻ യൂസുഫ് നബിയാ. ബനു ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ സന്തതികൾ എന്നാണ് അർത്ഥം. ഇസ്രായേൽ എന്നത് യാക്കൂബ് നബിന്റെ പേരാണ്. ഇബ്രാഹിം നബിന്റെ മകൻ ഇസ്ഹാഖ് നബി, ആ ഇസ്ഹാഖ് നബിന്റെ മകൻ യാക്കൂബ് നബി. ആ യാക്കൂബ് നബിന്റെ പേരാണ് ഇസ്രായേൽ എന്നത്. ഇസ്രായേൽ എന്നത് ഹിബ്രു ഭാഷയാ. ഹിബ്രു ഭാഷയിലുള്ള അബ്രാനി ഭാഷയിലുള്ള ഇസ്രായേൽ എന്നതിന്റെ മലയാള അറബിയിലുള്ള അർത്ഥം അബ്ദുള്ള എന്നാണ്. ഹിബ്രു ഭാഷയിലുള്ള ഇസ്രായേൽ എന്നതിന് അറബിയിൽ അബ്ദുള്ള എന്നാണ് പറയുന്നത്. അള്ളാഹുവിന്റെ ദാസൻ, അള്ളാഹുവിന്റെ അടിമ എന്നാണ് അർത്ഥം. അപ്പൊ ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ അബ്ദുള്ള എന്നാണ് അർത്ഥം, അള്ളാഹുവിന്റെ അടിമ എന്നാണ് അർത്ഥം. അത് യാക്കൂബ് നബിന്റെ പേരാ. ആ യാക്കൂബ് നബിന്റെ മക്കൾ എന്നാണ് ബനു ഇസ്രായേലിന്റെ അർത്ഥം. പ്രിയപ്പെട്ടവരെ, ആ പേരാണ് യാക്കൂബ് നബിന്റെ പേരാകുന്ന ഇസ്രായേൽ എന്ന പേരാണ് അവരുടെ രാജ്യത്തിന് അനധികൃതമായി പാവപ്പെട്ട മുസ്ലിമീങ്ങൾ താമസിച്ചിരുന്ന ആ പ്രദേശം, ബൈത്തുൽ മുഖദ്ദസ് സ്ഥിതി ചെയ്യുന്ന ആ പ്രദേശം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, 1517 മുതൽ 1917 വരെ ഒട്ടോമൻ സാമ്രാജ്യത്തിന്റെ കീഴിൽ ആ ഫലസ്തീനായപ്പോൾ ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. നീണ്ട 400 വർഷങ്ങൾ ആ ഫലസ്തീൻ പ്രദേശം അവരുടെ കയ്യിലായിരുന്നു. 1917 ഒന്നാം ലോക മഹായുദ്ധത്തിൽ ബ്രിട്ടൻ ഒട്ടോമൻ സാമ്രാജ്യത്തിനെ പരാജയപ്പെടുത്തിയപ്പോൾ ബ്രിട്ടന്റെ കീഴിലായി പോയി ഫലസ്തീൻ. അങ്ങനെ ആ ഫലസ്തീന്റെ 45% മുസ്ലിമീങ്ങൾക്കും 55% യഹൂദികൾക്കുമായി ബ്രിട്ടനും അമേരിക്കയും ചേർന്നുകൊണ്ട് കൊടുത്ത വലിയ ഒരു കൊലച്ചതി ലോകത്തിന്റെ മുന്നിൽ. ആ കൊലച്ചതിയുടെ തിക്തഫലം ഇന്നും പശ്ചിമേഷ്യ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. പാവപ്പെട്ട കുഞ്ഞുങ്ങൾ പടഞ്ഞു മരിക്കുന്നു. യുദ്ധത്തിലേക്ക് സഹാബത്ത് പോകുമ്പോ അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിനോട് പറയാറുണ്ടായിരുന്നു, സഹാബാ,
ചെറിയ മക്കളെ കൊല്ലരുതേ. യുദ്ധത്തിന്റെ പേരിൽ മക്കളെ കൊല്ലരുത്, യുദ്ധത്തിന്റെ പേരിൽ ഉമ്മമാരെ കൊന്നേക്കരുത്, യുദ്ധത്തിന്റെ പേരിൽ മൃഗങ്ങളെ കൊല്ലരുത് എന്ന് ലോകത്തിന്റെ നേതാവ് റഹ്മത്തുൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹ് അവിടുന്ന് അരുൾ ചെയ്തു. ലോകം പഠിക്കട്ടെ, അല്ലാഹുവിന്റെ റസൂലിന്റെ യുദ്ധത്തിൽ ഒരൊറ്റ കുട്ടി പോലും മരിച്ചിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ നടന്ന യുദ്ധങ്ങളുണ്ട്. ആ യുദ്ധങ്ങളിലൊന്നും തന്നെ ഒരൊറ്റ ചെറിയ കുട്ടിയും മരിച്ചിട്ടില്ല, ഒരൊറ്റ ഉമ്മയും മരിച്ചിട്ടില്ല, ഒരൊറ്റ സഹോദരിയും മരിച്ചിട്ടില്ല. അത് മുത്തനബിന്റെ ഓർഡറാണ്, അങ്ങനെ ചെയ്തേക്കരുതെന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, പറഞ്ഞു വരുന്നത്, അപ്പോൾ അബ്ദുള്ള എന്നാണ് പേര്, ഇസ്രായീൽ എന്നത് യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഹിബ്രു ഭാഷയിലുള്ള പേരാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അതേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളടക്കമുള്ള മുഴുവൻ പ്രവാചകന്മാരുടെയും കാൽപാദം കൊണ്ട് സുന്ദരമാ ബൈത്തുൽ മുഖദ്ദസ്, അതേ ഇദ് ജാ ഇലാ സബ്ഇസ് സമായി തസഫഫ റസുലും വഅംലാകും വറാഅൽ മുസ്തഫ ഫീഹിം ഇമാമൻ ഖദ്ദമൂഹു മുശറഫാ صلى بكل خلفه مأموما صلوا عليه وسلموا تسليما. ഹനായ വെളിയങ്കോട്ടുകാരൻ ഉമർ ഖാദി റളിയല്ലാഹു തആല അൻഹു മദീനത്ത് ചെന്ന് റൗളാ ശരീഫിൽ ചെന്ന് ചൊല്ലിയ ബൈത്തുകളാണിത്. പ്രിയപ്പെട്ടവരെ, അതിൽ മഹാനവറുകൾ പറയുന്നുണ്ട്, ബൈത്തുൽ മുഖദ്ദസ് ആകുന്ന ആ വിശുദ്ധമാക്കപ്പെട്ട പള്ളിയിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 17 മാസം ആ ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞിട്ടാണ് മദീനത്ത് നിന്ന് നിസ്കരിച്ചത്. 17 മാസം നമ്മുടെ ഖിബലയായ മൂന്നാമത്തെ ഇസ്ലാമിക ലോകത്ത് മൂന്നാമത്തെ പള്ളിയായ ബൈത്തുൽ മുഖദ്ദസ്, ആ ബൈത്തുൽ മുഖദ്ദസ് എന്ന് പറയാനുള്ള കാരണം തന്നെ, മുഖദ്ദസ് എന്ന് പറഞ്ഞാൽ സംശുദ്ധമാക്കപ്പെട്ട വീടെന്നാണ് അർത്ഥം. അവിടെ മുഴുവനും അമ്പിയാക്കന്മാരുണ്ട്, സ്വാലിഹീങ്ങളുണ്ട്. അതേ മൂസ നബി അവിടെ പോയിട്ടുണ്ട്, ഇബ്രാഹിം നബി, അതുപോലെ എല്ലാ പ്രവാചകന്മാരും അവിടെ പോയിട്ടുണ്ട്. മുത്തുനബി എല്ലാ പ്രവാചകന്മാർക്കും അവിടെ ഇമാമായി നിസ്കരിച്ചിട്ടുണ്ട്. ബൈത്തുൽ മുഖദ്ദസിൽ മുത്തുനബി എല്ലാവർക്കും ഇമാമായി നിസ്കരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ പ്രദേശവും ബൈത്തുൽ മുഖദ്ദസ് അടക്കമുള്ള സ്ഥലവും മുഖദ്ദസാണ്, പരിപാവനമാണ്, പരിശുദ്ധമാക്കപ്പെട്ടതാ. അതിന്റെ പവിത്രത നിലനിർത്തുന്ന ഒരു സമൂഹം ആ പള്ളിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന ഒരു കാലം വരും. അൽ മഹ്ദിയു മിൻ ഇത്റതി മിൻ ഔലാദി ഫാത്തിമ. ഒരു ഇമാമ് വരാനുണ്ട്, ആ ഇമാമിന്റെ പേര് മഹ്ദി എന്നാണ് മുത്തുനബി പഠിപ്പിച്ചിട്ടുണ്ട്. മഹ്ദി എന്ന് പറയുന്ന ഒരു ഇമാമ് വരും. ആ ഇമാമ് വന്നിട്ട്, അതെന്റെ മോള് ഫാത്തിമാന്റെ മക്കളിൽപ്പെട്ടവരാ, എന്റെ മോള് ഫാത്തിമാന്റെ മക്കളിൽപ്പെട്ടവരാണ് മഹ്ദി. അൽ മഹ്ദിയു മിൻ ഇത്റതി മിൻ ഔലാദി ഫാത്തിമ, ഫാത്തിമയുടെ മക്കളിൽപ്പെട്ടവരാണെന്ന് മുത്തുനബി പറഞ്ഞിട്ടുണ്ട്. ആ മഹ്ദി ഇമാം ഇവിടെ വരിക തന്നെ ചെയ്യും. മഹാനായ ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഡമസ്കസിൽ വന്നിറങ്ങും. ഡമസ്കസിലെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, മനാറത്തുൽ ബൈളാ എന്ന് പറയുന്ന സ്ഥലം, ഡമസ്കസ്, അത് സിറിയയുടെ തലസ്ഥാനമാണ്. സിറിയയുടെ തലസ്ഥാനമായ ഡമസ്കസിൽ, ദിമിഷ്കിൽ അൽ മനാറത്തുൽ ബൈളാ എന്ന് പറയുന്ന സ്ഥലത്ത് മഹാനായ ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാം 2 മലക്കുകളുടെ ചിറകിന്റെ മുകളിൽ കൈവച്ചുകൊണ്ട് ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങി വരും. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ സംഭവിക്കും. ഏതായിരുന്നാലും വിശുദ്ധമായ ആ പള്ളി ബൈത്തുൽ മുഖദ്ദസ്, ഇൻഷാ അല്ലാഹ്, അതിന്റെ തഖ്ദീസ്, അതിന്റെ പരിശുദ്ധത അത് കാത്തു സൂക്ഷിക്കുന്ന, സംരക്ഷിക്കുന്ന ഒരു വിഭാഗത്തിന്റെ അടുത്തേക്ക് അത് വരിക തന്നെ ചെയ്യുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്താ മഴ കൊണ്ട് ബുദ്ധിമുട്ടുണ്ടോ? എങ്ങനെ
ബുദ്ധിമുട്ടൊന്നുമില്ല അല്ല. ഞാൻ പറഞ്ഞു വരുന്നത്, മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സന്താന പരമ്പരയിലൂടെ മക്കയിൽ ഭൂജാതനാകുന്നു. 40-ാമത്തെ വയസ്സിൽ അവിടത്തേക്ക് നുബുവത്ത് കിട്ടുന്നു. 40, 41, 42, 43 കൊല്ലം അല്ലാഹുവിന്റെ റസൂൽ അവിടുത്തെ ദീനുൽ ഇസ്ലാം പ്രബോധനം ചെയ്തില്ല. അല്ലാഹുവിന്റെ കൽപ്പന കിട്ടാത്തത് കൊണ്ട് 41, 40, 41, 42 3 വർഷങ്ങൾ അവിടുന്ന് ദീനീ പ്രബോധനം നടത്തിയിട്ടില്ല. രഹസ്യമായിട്ടാണ് ദീനീ പ്രബോധനം നടത്തിയത്. പിന്നീട് അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരസ്യമായ പ്രബോധനത്തിലേക്ക് കടന്നു വന്നപ്പോൾ എല്ലാ ആളുകളും അതിനെ എതിർക്കുകയാണ് ചെയ്തത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടെ കൂടാൻ വളരെ കുറഞ്ഞ ആളുകളെ തയ്യാറായുള്ളൂ എന്ന് മാത്രമല്ല, ആദ്യമായി പുരുഷന്മാരെ കൂട്ടത്തിൽ നിന്ന് ഇസ്ലാമിലേക്ക് കടന്നു വന്നത് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു കടന്നു വന്നു. പിന്നീട് മഹാന്മാരായ സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ, അടിമകളെ കൂട്ടത്തിൽ ബിലാലുൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു കടന്നു വന്നു. പെണ്ണുങ്ങളെ കൂട്ടത്തിൽ ഇസ്ലാമിലേക്ക് ആദ്യമായി കടന്നു വന്നത്, സഹോദരിമാരെ, ഉമ്മമാരെ കൂട്ടത്തിൽ ഇസ്ലാമിലേക്ക് കടന്നു വന്നത് ഖദീജുമ്മ ബീവിയാ. അല്ലാഹുവിന്റെ റസൂൽ ഖദീജ ബീവിന്റെ മൗലിദ് ഓതിയിട്ടുണ്ട്. ഖദീജ ബീവിന്റെ മൗലിദ് അവിടുത്തെ വഫാത്തിന് ശേഷം ഓതിയിട്ടുണ്ട്. ആ മൗലിദിൽ മുത്തുനബി പറഞ്ഞിട്ടുണ്ട്, മറ്റു ആളുകൾ എന്നെ അവിശ്വസിച്ചപ്പോ, എന്നെ വിശ്വസിച്ചവളാണ് ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ. അതെ, മറ്റു ആളുകൾ സമ്പത്ത് തരാതെ എന്നെ അകറ്റി നിർത്തിയപ്പോ ഖദീജ ബീവിന്റെ സമ്പത്ത് മുഴുവനും എനിക്ക് തന്നുകൊണ്ട് എന്നെ വല്ലാതെ സഹായിച്ചവളാണ് ഖദീജ ബീവി. പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് തന്ന 6 മക്കളെ, 7 മക്കളിൽ 6 മക്കളെയും തന്നത് ഖദീജ ബീവിയാ. ചില ആളുകൾ ചോദിക്കാറുണ്ട്, മുത്തുനബി മൗലൂദ് ഓതിയിട്ടുണ്ടോ, മുത്തുനബി മൗലൂദ് ഓതിയിട്ടുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. പ്രിയപ്പെട്ടവരെ, മൗലിദ് ആദ്യമായി നമ്മെ പരിചയപ്പെടുത്തിയത് അല്ലാഹുവാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തുനബിയെ സംബന്ധിച്ച് മൗലിദ് ഓതിയിട്ടുണ്ട്. സഹീഹുൽ ബുഖാരിയിൽ അക്കാര്യം പറഞ്ഞിട്ടുണ്ട്. മുത്തുനബിന്റെ മൗലിദ് മലായിക്കത്തിന്റെ സദസ്സിൽ വെച്ച്, മലായിക്കത്തിന്റെ ഹളറത്തിൽ വെച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓതിയിട്ടുണ്ട്. എവിടെയാ തെളിവുള്ളത്? ഇമാം ബുഖാരി റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അബുൽ ആലിയ തങ്ങളെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹുകൾ തനാഉഹു ഇൻദൽ മലായിക, മലക്കുകളുടെ സാമീപ്യത്തിൽ വെച്ചുകൊണ്ട് മുത്തുനബിയെ പുകഴ്ത്തി പറഞ്ഞു. അല്ലാഹു വല്ലാതെ പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട്. ആ പുകഴ്ത്തിപ്പറയിൽ തന്നെയാണ് മൗലിദ്. മുത്തുനബി തന്നെ അവിടുത്തെ മൗലിദ് ഓതിയിട്ടുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വന്തം മൗലിദ് ഓതിയിട്ടുണ്ട്. അന ദഅവതു അബി ഇബ്രാഹിം വ ബുശ്റാ ഈസാ ورأت أمي حين حملت بي نورا أضاءت له قصور بصرى من أرض الشام. ഞാൻ എൻ്റെ ഉപ്പാപ്പ ഇബ്രാഹിം നബിന്റെ ദുആ ഫലമാണ് ഞാൻ ഇങ്ങോട്ട് പൂജാതനായതും പ്രവാചകനായതും. എന്നെ സംബന്ധിച്ച് ഈസാ നബി സുവിശേഷം നൽകിയിട്ടുണ്ട്. എന്നെ ഗർഭം ചുമന്നപ്പോ എൻ്റെ ഉമ്മായുടെ ശരീരത്തിൽ നിന്ന് പുറപ്പെട്ടതായ പ്രകാശം കൊണ്ട് ഉമ്മ ബസറയിലെ കെട്ടിടങ്ങൾ കണ്ടിട്ടുണ്ട്, ഷാമിലെ കെട്ടിടങ്ങൾ കണ്ടിട്ടുണ്ട് എന്നിങ്ങനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ മൗലിദുകൾ അവിടുന്ന് തന്നെ ഓതിയതായി ചരിത്രത്തിൽ കാണാം. മഹാന്മാരായ സ്വഹാബത്ത് ഓതിയിട്ടുണ്ട്, താബിഈങ്ങൾ ഓതിയിട്ടുണ്ട്. അതേ, മദീനയിലേക്ക് അല്ലാഹുവിന്റെ റസൂൽ ചെല്ലുമ്പോ, മദീനയിലേക്ക് ചെല്ലുമ്പോ പ്രിയപ്പെട്ടവരെ, മദീനയിൽ 4000 ജൂതന്മാരുണ്ട്. അല്ലാഹുവിന്റെ റസൂല് മദീനത്തേക്ക് ചെല്ലുമ്പോൾ 4000 ജൂതന്മാര് മദീനത്തുണ്ട്. 4500 മുശ്രിക്കീങ്ങൾ, അതേ ബഹുദൈവ ആരാധകന്മാരായ ബിംബങ്ങൾക്ക് ആരാധിക്കുന്ന 4500 മുശ്രിക്കീങ്ങൾ അവിടെയുണ്ട്. 1500 മുസ്ലിമീങ്ങളും ഉണ്ട്.
1500 മുസ്ലിമീങ്ങൾ മുത്തുനബി മദീനത്തേക്ക് ചെല്ലുന്നതിന് മുമ്പ് തന്നെ മദീനയിലേക്ക് വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ മുത്തുനബിയുടെ സഹാബത്തിന്റെ പ്രബോധനം കൊണ്ട് മഹാന്മാരായ ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ പോലോത്ത ആളുകൾക്കുള്ള പ്രബോധനം കൊണ്ട് മക്കയിൽ മദീനയിൽ അന്ന് 1500 മുസ്ലിമീങ്ങളുണ്ട്. എവിടെന്നാണ് ഈ കണക്ക് കിട്ടിയതെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂൽ മദീനത്ത് ചെന്നപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്ത പരിപാടികൾ എന്തൊക്കെയാണെന്നറിയോ? ആദ്യമായി ചെയ്ത പരിപാടി മദീനയുടെ അതിർവരമ്പുകൾ നിശ്ചയിച്ചു. മദീനയുടെ അതിർത്തികളിൽ കല്ലിട്ടു. മദീന ഏതാണെന്ന് നിർണയിച്ചു കൊടുത്തു. മദീന ഒരു രാഷ്ട്രമാണ്. രാഷ്ട്രത്തിന്റെ അതിരുകൾ ഇന്നതാണ്. മഹാനായ ഹുദൈഫത്തുൽ യമാനി റളിയല്ലാഹു അൻഹു അടക്കമുള്ള സഹാബത്തിനെ വിളിച്ചിട്ട് മുത്തുനബി ചെയ്തത് മദീനന്റെ അതിര് നിശ്ചയിച്ചു. മദീന ഇന്ന സ്ഥലം മുതൽ ഇന്ന സ്ഥലം വരെയാണെന്ന് സഹാബത്തിന് മദീനക്കാർക്ക് പഠിപ്പിച്ചു കൊടുത്തു. പിന്നെന്ത് ചെയ്തു? കാനേശുമാരി കണക്കെടുത്തു. മദീനയിൽ താമസിക്കുന്ന ജനങ്ങളെ കണക്കെടുത്തു. ആരൊക്കെയാണ് മദീനയിൽ താമസിക്കുന്നത് എന്നുള്ള കണക്ക് അത് ഹുദൈഫത്തുൽ യമാനി തങ്ങൾ ചുമതലപ്പെടുത്തി. ഹുദൈഫത്തുൽ യമാനി തങ്ങൾ കണക്ക് മുത്തുനബിന്റെ മുന്നിൽ അവതരിപ്പിച്ചു. യാ റസൂലല്ലാഹ്, 4000 ജൂതന്മാരുണ്ട് മദീനത്ത്, 4500 മുശ്രിക്കീങ്ങളുണ്ട് മദീനത്ത്. എന്നിട്ട് മുത്തുനബി ചെയ്തതെന്താണെന്നറിയോ? ഒരു യൂണിയൻ ഉണ്ടാക്കി. ജൂതന്മാരെ കൂട്ടി, മുശ്രിക്കീങ്ങളെ കൂട്ടി, മുസ്ലിമീങ്ങളെയും കൂട്ടിയിട്ട് എല്ലാവർക്കും സ്വാതന്ത്ര്യം നൽകി. എല്ലാവർക്കും ഇവിടെ ജീവിക്കാം, അവരവരുടെ മതമനുസരിച്ച് ജീവിക്കാം, അവരവരുടെ വിശ്വാസമനുസരിച്ച് ജീവിക്കാം. പരസ്പരം തല്ലാൻ പാടില്ല, പരസ്പരം കച്ചറയുണ്ടാകാൻ പാടില്ല. മദീനയുടെ പുറത്തു നിന്ന് ഒരാൾ മദീനയെ ആക്രമിക്കാൻ വന്നാൽ സംയുക്തമായി നേരിടണം. മദീനയ്ക്ക് വേണ്ടി സംയുക്ത സേനയുണ്ടാക്കി. പ്രിയപ്പെട്ടവരെ, ലോകത്താദ്യമായി ഒരു രാജ്യത്തിന് ഭരണഘടനയുണ്ടാക്കി. അല്ലാഹുവിന്റെ റസൂൽ മദീനത്ത് ചെന്നിട്ട് മദീന രാജ്യത്തിന് മുത്തുനബി ഭരണഘടനയുണ്ടാക്കി. ആ ഭരണഘടന ഇന്നും ലോകത്തിന്റെ മുന്നിലുണ്ട്. ആ ഭരണഘടന കണ്ടിട്ടാണ് മറ്റു രാജ്യങ്ങളെല്ലാം പിൽക്കാലത്ത് ഭരണഘടന എന്നുള്ള ഒരു സമ്പ്രദായത്തിലേക്ക് നീങ്ങിയത്. അതിന്റെ മുമ്പ് ലോകത്ത് ഭരണഘടനാ സംവിധാനമില്ല. ഇതെല്ലാം ചരിത്ര കിതാബുകളിൽ, സീറത്ത് ഇബ്നു ഹിശാം പോലത്തെ കിതാബുകളിൽ, അർ-റഹീഖുൽ മഖ്തൂം പോലത്തെ കിതാബുകളിൽ മദീന കരാറുകളും മദീന ഉടമ്പടികളും മദീനയുടെ ഭരണഘടനയും എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അക്കൂട്ടത്തിൽ ജൂതന്മാർക്ക് തുല്യ പരിഗണന നൽകി. പ്രിയപ്പെട്ടവരെ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെയാണ് മദീന ഭരിച്ചത്. അതിന്റെ സർവാധികാരവും തീരുമാനങ്ങളും മുത്തുനബിയിൽ നിക്ഷിപ്തമാക്കി. നിങ്ങൾ അറിയുമോ, മദീനയിലേക്ക് മുത്തുനബി കടന്നു വരുമ്പോ ത്വലഅൽ ബദ്റു അലൈനാ മിൻ തനിയാത്തിൽ വദഈ, ഇത് നമുക്കൊക്കെ അറിയാലോ. ത്വലഅൽ ബദ്റു അലൈനാ മിൻ തനിയാത്തിൽ വദഈ എന്ന് നമുക്കൊക്കെ അറിയുന്ന ആ ബൈത്ത് മുത്തുനബിന്റെ മദ്ഹല്ലേ അത്. അന്തത്തുലു ബൈനനാ, ഈ വാക്കുകളൊക്കെ ത്വലഅൽ ബദ്റിൽ നിന്ന് വന്നതാണ്. അശ്റഖൽ ബദ്റു എന്നുള്ള അശ്റഖ ത്വലഅൽ ബദ്റിൽ നിന്ന് വന്നതാണ്. ത്വലഅൽ ബദ്റു മദ്ഹല്ലേ, റസൂലുള്ളാഹിന്റെ മൗലിദല്ലേ അത്. ആ മൗലിദ് ചൊല്ലിയിട്ടല്ലേ, ത്വലഅൽ ബദ്റു എന്നുള്ള മൗലിദ് ചൊല്ലിയിട്ടല്ലേ മുത്തുനബിനെ സ്വീകരിച്ചത്. പ്രിയപ്പെട്ടവരെ, ആ മൗലിദ് ചെല്ലുന്നതിൽ, മുത്തുനബിനെ സ്വീകരിക്കുന്നതിൽ ജൂതന്മാരുണ്ടായിരുന്നു. ജൂതന്മാരടക്കമാണ് മുത്തുനബിയെ സ്വീകരിച്ചത്. ഞാൻ പറഞ്ഞില്ലേ, 4000 ജൂതന്മാർ അവിടെയുണ്ട്. മുസ്ലിം ജനസംഖ്യയുടെ ഇരട്ടിയിലധികം ജൂതന്മാർ അവിടെയുണ്ട്. അതിനേക്കാൾ കൂടുതൽ പ്രിയപ്പെട്ടവരെ മുശ്രിക്കീങ്ങളുമുണ്ട്. പക്ഷേ ജൂതന്മാർ അവിടെ വലിയ പണക്കാരും വലിയ തറവാട്ടുകാരും, അതോടുകൂടെ തന്നെ ചെങ്കടലിന്റെ തീരത്ത് മദീനയുടെ ബോർഡറിനോടടുത്ത്
തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിലൊക്കെ അന്ന് താമസിക്കുന്നത് ജൂതന്മാരാ. അങ്ങനെ അന്ന് തന്നെ അവർ തന്ത്രങ്ങളൊക്കെ പ്രയോഗിക്കുന്നവരാ. പ്രിയപ്പെട്ടവരെ, മദീന ബോർഡറിലേക്ക് അള്ളാഹുവിന്റെ റസൂല് വന്നപ്പോ എത്ര കിലോമീറ്റർ ഉണ്ടെന്നറിയോ? 400-ലധികം കിലോമീറ്ററാണ് മക്കയിൽ നിന്ന് മദീനയിലേക്ക്. 13 ദിവസത്തോളം യാത്ര ചെയ്തിട്ടാണ് മുത്തുനബി മദീനയിലെത്തിയത്. പ്രിയപ്പെട്ടവരെ, 13 ദിവസത്തോളം യാത്ര ചെയ്തു. ആരാണ് കൂടെയുള്ളത്? മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. വസാഹിബക ഫലാ അൻസാഹുമാ ബദാ മിന്നി സലാമു അലൈക്കും മാ ജറൽ ഖലമു. മദീനയിൽ റൗള ശരീഫിൽ മുത്തുനബിന്റെ കൂടെ അതാ അന്തിയുറങ്ങാൻ മഹാഭാഗ്യം ലഭിച്ച രണ്ടുപേരല്ലേ? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് കൂടെ അല്ലാഹുവിന്റെ റസൂൽ മദീനത്ത് വരുമ്പോ ആരാണ് മദീനക്കാർക്ക് ത്വലഅൽ ബദ്ർ പഠിപ്പിച്ചു കൊടുത്തത്? ആരാണത് പഠിപ്പിച്ചു കൊടുത്തത്? അവരെന്താണത് ചൊല്ലാനുള്ള കാരണം? അറബിയിൽ ഈണത്തിൽ അവർ ചൊല്ലിയില്ലേ? ലഅബത്തിൽ ഹബശ, അബിസീനയിലുള്ളതായ ആളുകൾ അവർ റസൂലുള്ളാഹിനെ ആയുധം പ്രകടിപ്പിച്ചുകൊണ്ട്, ആയുധാഭ്യാസം നടത്തിക്കൊണ്ട് ബിൽ ഹറബ എന്ന കിതാബുകളിൽ കാണാം. ചാട്ടുളി മിന്നിക്കൊണ്ട്, ചാട്ടുളി പ്രദർശിപ്പിച്ചുകൊണ്ട് അവർ റസൂലുള്ളാഹിനെ വരവേറ്റു. ജാരിയാത്ത്, ചെറിയ മക്കൾ, ബിദ്ദുഫൂഫി, ദഫ്ഫുകൾ കൊട്ടിയിട്ട് മഹാനായ റസൂലുള്ളാഹിനെ വരവേറ്റു. കിതാബുകൾ മുഴുവനും എഴുതിയിരിക്കുന്നു, മദീനക്കാർക്ക് പെരുന്നാളിനേക്കാളും വലിയ ആഘോഷമായിരുന്നു അത്. മദീനക്കാർക്ക് പെരുന്നാളിനേക്കാൾ വലിയ ആഘോഷമായിരുന്നു അത്. പ്രിയപ്പെട്ടവരെ, ദിവസങ്ങളോളം മദീനക്കാർ തനിയത്തുൽ വദാ എന്ന് പറയുന്ന മലന്റെ മുകളിൽ പോയി മക്കയുടെ ഭാഗത്തേക്ക് നോക്കി നിൽക്കും. മക്കയുടെ ഭാഗത്തേക്ക് അവർ നോക്കി നിൽക്കും. ഉമ്മമാർ, പ്രായമുള്ളവർ, മക്കള് കൂട്ടം കൂട്ടമായി സൂര്യൻ ഉദിച്ചുയർന്ന് ചൂട് പരക്കുന്ന സമയം വരേക്കും മക്കയുടെ ഭാഗത്തേക്ക് തന്നെ നോക്കി നിൽക്കും. വരുന്നുണ്ടോ റസൂലുള്ളാഹി, വരുന്നുണ്ടോ? എത്ര ദിവസങ്ങൾ അവർ നോക്കി നിന്നു. അങ്ങനെ നോക്കി നിന്ന് ചൂടായി കഴിഞ്ഞാൽ അവർ തിരിച്ചു വരും. അങ്ങനെ ദിവസങ്ങളോളം നോക്കി നിന്നിട്ട് കാണാതെ വന്നപ്പോ മുത്തുനബി വരുന്ന ദിവസം സനിയത്തുൽ വദാഇൽ എന്ന് പറയുന്ന ആ കാണുന്ന മലന്റെ മുകളിലേക്ക് കയറിയിട്ട് ആർക്കും കാണാതെ വന്നപ്പോ ഈന്തപ്പന മരത്തിന്റെ മുകളിൽ കയറിയിട്ട് മുത്തുനബിയെ ആദ്യമായി മദീനത്തേക്ക് വരുന്നത് കണ്ടതൊരു ജൂതനാ. മുത്തുനബി മദീനത്തേക്ക് വരുന്നത് ആദ്യമായി കണ്ടത് ജൂതനാണ്. ഈന്തപ്പന മരത്തിന്റെ മുകളിൽ, ഉയരമുള്ള ഈന്തപ്പന മരത്തിന്റെ മുകളിൽ കയറി അദ്ദേഹം മക്കയുടെ ഭാഗത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, വരുന്നു പുണ്യവാൻ വരുന്നു. അതാ ഒട്ടകപ്പുറത്ത് കയറിയിട്ട് അതാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ വരുന്നു എന്ന് ജൂതനാണ് പറഞ്ഞു കൊടുത്തത്. പ്രിയപ്പെട്ടവരെ, യാ റസൂലല്ലാഹ്, മുത്തുനബിന്റെ വഫാത്തിന്റെ സമയത്ത് അവിടെ നിന്ന് ഉപയോഗിച്ച പടയങ്കി പ്രിയപ്പെട്ടവരെ ജൂതന്റെ കയ്യിലായിരുന്നല്ലോ. നമുക്കറിയാം, ജൂതന്റെ കയ്യിലായിരുന്നു അതുണ്ടായിരുന്നത്. മുത്തുനബിയെ ചികിത്സിച്ചെന്ന വൈദ്യര്, ഡോക്ടർ ജൂതനായിരുന്നല്ലോ. നമുക്കറിയാം. ഇങ്ങനെ അവിടെയുള്ള ജൂതന്മാരോട് നല്ല രൂപത്തിൽ പെരുമാറിയവരാണ് ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്. ഞാൻ പറഞ്ഞു വരുന്നത്, അല്ലാഹു റസൂലുള്ളാഹിന്റെ മദ്ഹുകൾ പറഞ്ഞിട്ടുണ്ട്, മുത്തുനബി തന്നെ മദ്ഹുകൾ എത്രയോ പറഞ്ഞിട്ടുണ്ട്, സഹാബത്ത് പറഞ്ഞിട്ടുണ്ട്. അതേ സഹാബത്ത് പറഞ്ഞതിന്റെ ഏറ്റവും വലിയ തെളിവാണെന്ന് മാത്രമല്ല, ലോകത്തുള്ള കഴിഞ്ഞു പോയ മുഴുവൻ ആളുകളും എടുത്തു ധരിച്ചതല്ലേ ത്വലഅൽ ബദ്ർ ചൊല്ലിയിട്ട് മദീനക്കാർ മുത്തുനബിയെ സ്വീകരിച്ചു എന്നത് എല്ലാവരും പറഞ്ഞതല്ലേ. അത് മുത്തുനബിന്റെ പേരുള്ള മദ്ഹുകളല്ലേ. ആ മദ്ഹുകൾ പറയുന്ന സദസ്, ആ സദസ്സിൽ നിന്നിട്ട് ആകാശം മുട്ടെ അതല്ല അർശ് വരേക്കും സുഗന്ധം വ്യാപിക്കുമെന്ന് ഹദീസുകളിലില്ലേ. മൗലിദ് പാരായണം ചെയ്യുന്ന സദസ്സിൽ
റസൂലുള്ളാഹിന്റെ മദ്ഹുകൾ പറയുന്ന സദസ്സ്, ആ സദസ്സിൽ നിന്ന് സുഗന്ധം ആകാശത്തിന്റെ അപ്പുറത്തേക്ക് അർശിലേക്ക് എത്തുമെന്ന് ഹദീസുകളിൽ കാണാം. ആ സദസ്സിലിരിക്കുമ്പോ വളരെ അച്ചടക്കത്തോടുകൂടെ ഇരിക്കണമെന്ന് പറഞ്ഞതായി കാണാം, അനങ്ങാതെ ഇരിക്കണമെന്ന് പറഞ്ഞതായി കാണാം. മുത്തുനബിയോടുള്ള അളവറ്റ ബഹുമാനം കൊണ്ട് സദസ്സ് മനോഹരമാക്കണമെന്ന് പറഞ്ഞത് കാണാം. പ്രിയപ്പെട്ടവരെ, ഇത് എല്ലാ കാലത്തുമുള്ളതാ. അത് ഹിജറ 300 ശേഷം വന്നതൊന്നുമല്ല. മൗലിദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ. അത് ഹിജറ 300 ശേഷം വന്നതാ. ബഹുമാനപ്പെട്ട തഴവ അങ്ങനെ പറഞ്ഞത് അത് പ്രത്യേകമായ രൂപത്തിൽ അത്തൻവീർ ഫീ മൗലിദിൽ ബശീറിൻ നദീർ എന്ന് ഹാഫിദ് ഇബ്നു ദിഹ്യ എഴുതി കൊടുത്തതായ വലിയ ഒരു മൗലിദ് മുളഫർ രാജാവ് വലിയ സദസ്സ് സംഘടിപ്പിച്ചിട്ട്, അത്രക്കും വലിയ സദസ്സുകൾ സംഘടിപ്പിച്ച് ആ രൂപത്തിലുള്ള ഒരു മൗലിദ് അത് 300 ശേഷം വന്നതാണെന്നാണ് അതിന്റെ അർത്ഥം. അതിന്റെ മുമ്പ് തന്നെ ഇവിടെ മൗലിദുകളുണ്ട്. മഹാന്മാരായ സഹാബത്ത് എത്രയോ അത് ചെയ്തിട്ടുണ്ട്, താബിഈങ്ങൾ ചെയ്തിട്ടുണ്ട്, 4 ഇമാമിങ്ങളും ചെയ്തിട്ടുണ്ട്. അബൂ ഹനീഫ ഇമാം മൗലിദിന്റെ കിതാബ് എഴുതിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഗസാലി ഇമാം എഴുതിയിട്ടുണ്ട്. അങ്ങനെ എത്രയോ മഹാന്മാര് അത് എഴുതിയിട്ടുണ്ട്. മഹാനായ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു മുത്തുനബിനെ മദ്ഹ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും മുത്തുനബിനെ മദ്ഹ് ചെയ്തുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. എത്രത്തോളം ശാഫിഈ ഇമാം മുത്തുനബിയെ എന്നല്ല അവിടുത്തെ കുടുംബത്തെ തന്നെ മദ്ഹ് ചെയ്തു. അലുന്നബി ദരീഅതി വഹുമു ഇലയ്യ വസീലതി അർജു ബിഹിം ഉഅതാവദൻ ബിയദിൽ യമീനി സഹീഫതി. ഹിജറ 150 ജനിക്കുകയും ഹിജറ 204 വഫാത്താവുകയും ചെയ്ത ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു. ഷാഫി ഇമാം ജനിച്ചു വീണ സ്ഥലമാണ് ഗസ. ഇന്ന് മുസ്ലിം സമുദായത്തിലെ ചെറിയ ചെറിയ മക്കളുടെ ചോര ചിന്തുന്ന ഗസയില്ലേ, കണ്ണിൽ ചോരയില്ലാത്ത ലോകത്തിലെ ഏറ്റവും വലിയ ഭീകരവാദികളായ ഇസ്രയേലും അമേരിക്കയും ചെറിയ ചെറിയ മക്കളെ കൊന്നൊടുക്കുന്ന ഗസയില്ലേ, ഉമ്മമാരുടെ ഫോട്ടോ കണ്ട്, ഉമ്മമാരുടെ വിലപിക്കുന്നതായ മുഖം കണ്ട് ഈ ഇരിക്കുന്ന നമ്മളടക്കം ലോകത്തുള്ള സ്നേഹമുള്ള, കൃപയുള്ള, അലിവുള്ള ഹൃദയമുള്ള മുഴുവൻ മനുഷ്യന്മാരും വല്ലാതെ വിഷമിച്ചു കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് പ്രിയപ്പെട്ടവരെ ഓർമ്മപ്പെടുത്തുന്നു, അത് ഇമാമുന ശാഫിഈ പിറന്ന വീണ മണ്ണാണ് ഗസ. അവിടെ ശാഫി ഇമാം ജനിച്ച മണ്ണാ. എമ്പാടും ഔലിയാക്കന്മാരുണ്ടായ മണ്ണാ, മുഖദ്ദസാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. അവിടെ കഷ്ടപ്പെടുന്ന ഉമ്മമാർ, വെള്ളമില്ലാതെ വിഷമിക്കുന്ന ഉമ്മമാർ, മക്കൾ, ചെറിയ പിഞ്ചു പൈതങ്ങളെ റബ്ബ് രക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ സഹായം അല്ലാഹു നൽകുമാറാകട്ടെ. ചരിത്രത്തിൽ നിന്ന് മാറ്റി നിർത്താൻ പറ്റില്ല, ഒരിക്കലും മാറ്റി നിർത്താൻ പറ്റില്ല. സയ്യിദത്ത് മറിയം ബീവി അലൈഹിസ്സലാത്തു വസ്സലാം, ഈസാ നബിക്ക് ജന്മം നൽകിയ ബത്ലഹേം ഉള്ളത് അവിടെയാ. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശത്തിലേക്ക് ഉയർത്തിയതും അവിടെയാണ്. മുത്തുനബി ആകാശത്തിലേക്ക് പോയത് അവിടെ എന്താണ്? മുത്തുനബി പോയ സ്ഥലത്തിൽ നിന്ന് കുറഞ്ഞ മീറ്ററുകൾ അപ്പുറത്താണ് ഈസാ നബിനെ ഉയർത്തപ്പെട്ട സ്ഥലമുള്ളത്. ഈസാ നബിനെ കൊല്ലാൻ വേണ്ടി പോയപ്പോ ഈ ജൂദാസുകൾ, ജൂതന്മാരായ ആളുകൾ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചപ്പോ അല്ലാഹു ഒരു മേഘമിറക്കി. ആ മേഘത്തിന്റെ ഉള്ളിൽ ഈസാ നബിയെ അല്ലാഹു ആക്കി. എന്നിട്ട് ആ മേഘം അങ്ങനെ ഹെലികോപ്റ്റർ പൊന്തുന്നത് പോലെ അങ്ങ് പൊന്തിപ്പോയി. അങ്ങനെയാണ് ഈസാ നബി പോയത്. ഈസാ നബിനെ അല്ലാഹു എങ്ങനെയാ ഉയർത്തിയത്? ഇക്കൊല്ലത്തിലാ ഉയർത്തിയത്. ചരിത്രത്തിൽ കാണാം, മേഘം വന്നു, മേഘത്തിന്റെ ഉള്ളിലേക്ക് ഈസാ നബി കടന്നു, എന്നിട്ട് ആ മേഘം അങ്ങ് പൊന്തിപ്പോയി. ഇങ്ങനെയാണ് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഉയർന്നു പോയത്. ഇനി ഈസാ നബി വരുന്നത് മേഘത്തിലൂടെയല്ല, 2 മലക്കുകൾക്കുള്ള ചിറകിന്റെ മേൽ കൈവച്ചുകൊണ്ടാണ് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നത്. അങ്ങനെ ഭൂമിയിലേക്ക് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങുന്നതും ഇതിന്റെ പരിസരം തന്നെയാണ്, ബൈത്തുൽ മുഖദ്ദസിന്റെ പരിസരം തന്നെയാ.
പ്രിയപ്പെട്ട സഹോദരന്മാരെ, പറഞ്ഞു വരുന്നത് ഹബീബുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹ് ചെയ്യാത്ത, അവിടത്തെ സ്നേഹിക്കാത്ത, അവിടത്തെ പാടി പറയാത്ത, അവിടത്തെ പുകഴ്ത്താത്ത ആരുമില്ല. അവിടത്തോട് സ്നേഹമുള്ള ആളുകളൊക്കെ അവിടുത്തെ പുകഴ്ത്തിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, മുത്തുനബിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞിട്ടില്ലേ, വ ഇന്ന അബീ വ വാലിദതി വ ഇർളി ലിഇർളി മുഹമ്മദിൻ മിൻകും ഫിദാഉ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹസ്സാൻ ഇബ്നു സാബിത്ത് തങ്ങൾ 100-ലധികം വയസ്സ് ജീവിച്ച മഹാനാ. 100-ലധികം വയസ്സ് ജീവിച്ചിട്ട് ഹസ്സാൻ ഇബ്നു സാബിത്ത് തങ്ങൾക്ക് ബുദ്ധിക്കൊരു കുഴപ്പവും പറ്റിയില്ല, ഒരു മറവിയും സംഭവിച്ചില്ല. ഹസ്സാൻ ഇബ്നു സാബിത്ത് തങ്ങൾക്കുള്ള ഒരു പല്ലിനും തകരാറ് പറ്റിയില്ല. എന്തേ ഇത്? മുത്തുനബിയെ മദ്ഹ് ചെയ്ത് പാടി. മുത്തുനബിയെ മദ്ഹ് ചെയ്തിട്ട് എത്രയാ പാടിയത്? അത് മദീനത്തെ പള്ളിയിൽ മുത്തുനബിയെ മദ്ഹ് ചെയ്യാൻ വേണ്ടി ഹസ്സാൻ ഇബ്നു സാബിത്ത് എന്ന സഹാബിക്ക് അല്ലാഹുവിന്റെ റസൂൽ മിമ്പർ തന്നെ കൊടുത്തു. ആ മിമ്പറിൽ നിന്നുകൊണ്ട് മുത്തുനബി എത്രയാണ് പാടിപ്പുകഴ്ത്തിയത്. പ്രിയപ്പെട്ടവരെ, അന്ത മുബറഉ മിൻ കുല്ലി ഐബി കഅന്നക ഖുലിഖത കൈഫ തശാഉ. യാ റസൂലല്ലാഹ്, ശിരസ് മുതൽ പാദം വരെ ഒരു ന്യൂനതയും അങ്ങേക്കില്ല നബിയേ. അവിടുത്തെ തലയിലെ രോമങ്ങൾ, അവിടുത്തെ താടിയിലെ രോമങ്ങൾ, അവിടുത്തെ മീശയിലെ രോമങ്ങൾ എല്ലാം സഹാബത്ത് കണക്കാക്കിയില്ലേ? എന്നിട്ട് അവിടുന്ന് വഫാത്താകുമ്പോ 63 വയസ്സിൽ വഫാത്താകുമ്പോ 20 രോമങ്ങൾ മാത്രമേ നിരച്ചിട്ടുള്ളൂ. 20 രോമങ്ങൾ മാത്രമേ നിരച്ചിട്ടുള്ളൂ വഫാത്തിന്റെ സമയത്ത്. പ്രിയപ്പെട്ടവരെ, മുത്തുനബിയുടെ ശരീരം മുഴുവനും സഹാബത്ത് വർണ്ണിച്ചില്ലേ? സാബിത്ത് തങ്ങൾ അങ്ങനെ വർണ്ണിച്ച് അല്ലാഹുവിന്റെ ഹബീബിന് എത്ര പൊരുത്തമായി, എത്ര ഇഷ്ടമായത് കഅബ് ഇബ്നു സുഹൈർ റളിയല്ലാഹു തആല അൻഹു വർണ്ണിച്ചില്ലേ? മുത്തുനബിയെ മദ്ഹ് ചെയ്തുകൊണ്ട് പറഞ്ഞില്ലേ, വസുലുക കാഫൂറുൻ വറുബുക അംബറു വഖുമുസുക യാഖൂതുൻ വബഖീക ജൗഹറു. അല്ലാഹുവിന്റെ റസൂലിനെ സംബന്ധിച്ച് ഹസ്സാൻ ഇബ്നു സാബിത്ത് തങ്ങൾ മുത്തുനബിന്റെ മുന്നിൽ വെച്ച് പറഞ്ഞതാ, അവിടുത്തെ ശരീരം മുഴുവനും സുഗന്ധമാ. പറഞ്ഞു വരുന്നത്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 47-ാമത്തെ വയസ്സായപ്പോ അല്ലാഹുവിന്റെ റസൂലിന് 47-ാമത്തെ വയസ്സ് വന്നപ്പോ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മക്കയിൽ ജീവിക്കാൻ ദുസ്സഹമായി. മക്കയിലെ ജനങ്ങൾ ഭൂരിപക്ഷവും അല്ലാഹുവിന്റെ റസൂലിനെയും ഖദീജമ്മ ബീവി റളിയല്ലാഹു തആല അൻഹയെയും, പ്രിയപ്പെട്ടവരെ, അങ്ങനെ 40-ൽ താഴെയുള്ള സഹാബത്ത് മുത്തുനബിക്ക് 40 വയസ്സ് മുതൽ തുടങ്ങിയ പ്രബോധനത്തിൽ 47-ാമത്തെ വയസ്സായപ്പോ 40-ൽ താഴെയുള്ള ആളുകളാണ് പരിശുദ്ധ ദീനിലേക്ക് കടന്നു വന്നത്. ആ ആളുകളുമായി അല്ലാഹുവിന്റെ റസൂലിനെ അർഖമിന്റെ വീടെന്ന് പറയുന്ന ദാറുൽ അർഖമിലേക്ക്, അബൂ ത്വാലിബിന്റെ വീട് നിൽക്കുന്ന ആ പരിസരത്തേക്ക്, ശഅബ് അബൂ താലിബിലേക്ക് റസൂലുള്ളാഹിനെ മാറ്റിയില്ലേ? സഹീഫത്തുൽ മുഖാത്തഅ എന്ന് പറഞ്ഞിട്ട്, ബന്ധവിച്ഛേദനം എന്ന് പറഞ്ഞിട്ട് മുത്തുനബിയോട് ഉപരോധം ഏർപ്പെടുത്തിയില്ലേ? ആ ഗസ്സയെ ഉപരോധിച്ചിരിക്കുകയാണ്. ഭീകരവാദികൾ, ഉഗ്രവാദികൾ, തീവ്രവാദികൾ ഗസ്സയെ ഉപരോധിച്ചിരിക്കുന്നു. ഈ ഉപരോധം ഇന്ന് തുടങ്ങിയതല്ല. 3 കൊല്ലമാണ് മുത്തുനബിയെ ഉപരോധിച്ചത്. 3 കൊല്ലം തുടർച്ചയായി മുത്തുനബിയെ ഉപരോധിച്ചു. ആ മുത്തുനബിന്റെ മക്കൾക്ക് ഉപരോധം ഒരു പ്രശ്നമൊന്നുമല്ല. പ്രിയപ്പെട്ടവരെ, ലോകത്തിന്റെ നേതാവ് ഖൈറുൽ വറാ റഹ്മത്തുൽ ലിൽ ആലമീൻ സയ്യിദുൽ വറാ റസൂലുള്ളാഹ്, നിങ്ങൾ സലാത്ത് ചൊല്ലി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 3 കൊല്ലമാണ് ഉപരോധിച്ചത്. ആരാ ഉപരോധിച്ചത്? അല്ലമീൻ എന്ന് വിളിച്ചിരുന്ന ആളുകൾ. അല്ലമീൻ എന്ന് പറഞ്ഞാൽ എന്താ സഹോദരങ്ങളെ, അനുജന്മാരെ? അല്ലമീനിന്റെ അർത്ഥം എന്താണ്?
അൽ അമീൻ എന്ന് പറഞ്ഞാൽ വിശ്വസ്തൻ എന്നല്ല അർത്ഥം. അൽ അമീൻ എന്ന് പറഞ്ഞാൽ വിശ്വസ്തൻ എന്നല്ല അർത്ഥം. അൽ അമീനിന്റെ അർത്ഥം തുല്യതയില്ലാത്ത വിശ്വസ്തൻ എന്നാണ് അതിന്റെ അർത്ഥം. അമീൻ എന്ന് പറഞ്ഞാൽ വിശ്വസ്തൻ എന്നാണ് അർത്ഥം. അൽ അമീൻ ആകുമ്പോൾ തുല്യതയില്ലാത്ത വിശ്വസ്തൻ എന്നാണ് അതിന്റെ അർത്ഥം. പ്രിയപ്പെട്ടവരെ, അമീൻ വിശ്വസ്തന്മാർ ഇവിടെ എമ്പാടുമുണ്ട്. റസൂലുള്ളാഹി അമീനല്ല, അൽ അമീനാ, തുല്യതയില്ലാത്ത വിശ്വസ്തനാണ്. അങ്ങനെ തുല്യതയില്ലാത്ത വിശ്വസ്തനെന്ന് അവർ നാമകരണം ചെയ്ത ആ മുത്തുനബിയെ ദാറുൽ അർഖമിലേക്ക് പറഞ്ഞയച്ചു. ജനിച്ച വീട്ടിൽ താമസിക്കാൻ സമ്മതിച്ചില്ല. അവിടുത്തെ പ്രിയതമ അന്ന് കൂടെയുള്ള ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ, അവരെയും പറഞ്ഞയച്ചു. ബഹുമാനപ്പെട്ട തങ്ങളുടെ ഉടലിലേക്ക് വരുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ. അന്ന് കൂടെയുണ്ടായിരുന്ന മഹാന്മാരായ സഹാബത്ത് മുഴുവനും ദാറുൽ അർഖമിൽ പോയി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ റസൂലുള്ളാഹിയും സഹാബത്തുമായി ബന്ധവിച്ഛേദനം നടത്താൻ വേണ്ടി ഒരു കരാറുണ്ടാക്കി, ഒരു പത്രത്തിൽ എഴുതി. ആ കരാർ കഅബത്തിനെ കൊണ്ടുപോയി കെട്ടിത്തൂക്കി. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് ആർക്കും പോകാൻ പാടില്ല, ദാറുൽ അർഖമിലേക്ക് ആർക്കും പോകാൻ പാടില്ല. വെള്ളത്തിന്റെ കണക്ഷൻ വിച്ഛേദിച്ചു, വെള്ളം കൊടുത്തില്ല. പ്രിയപ്പെട്ടവരെ, മുത്തുനബിക്ക് വെള്ളം കൊടുത്തില്ല, 3 കൊല്ലം വെള്ളം കൊടുത്തില്ല. ഇന്ന് ഗസക്ക് വെള്ളം കൊടുക്കാത്ത ആളുകളില്ലേ? ഗസയിലെ മക്കൾക്ക് വെള്ളം കൊടുക്കാത്തവരില്ലേ? ഗസയിലെ ഉമ്മമാർക്ക് വെള്ളം കൊടുക്കാത്തവരില്ലേ? നിങ്ങൾ കേൾക്കൂ, മുത്തുനബിക്ക് 3 കൊല്ലം വെള്ളം കൊടുത്തില്ല, മുത്തുനബിക്ക് ഭക്ഷണം കൊടുത്തില്ല. ചരിത്രത്തിൽ കാണാം, മരത്തിന്റെ മുകളിൽ സ്വഹാബത്ത് കയറി മരത്തിൽ നിന്ന് ഇലകൾ പറിച്ചെടുത്തു. ആ ഇലകളായിരുന്നു സഹാബത്ത് ഭക്ഷിച്ചിരുന്നത്. പ്രിയപ്പെട്ടവരെ, അമേരിക്കക്കാരും ഇസ്രയേലുകളും പ്രിയപ്പെട്ടവരെ ഗസയിലേക്കുള്ള ഭക്ഷണത്തിന്റെ ട്രക്കുകൾ തടഞ്ഞെങ്കിൽ ആ ട്രക്കുകളിലുള്ള ഭക്ഷണത്തെക്കാളും അള്ളാഹു ഗസക്കാർക്ക് ഭക്ഷണം കൊടുക്കും. 3 കൊല്ലം മുത്തുനബി ഉപരോധം ഏർപ്പെടുത്തി ദാറുൽ അർഖമിൽ കഴിഞ്ഞപ്പോ കഴിച്ചിരുന്നത് ഇലകളാ. ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകളോടും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, ഇന്നേ വരെ വിശപ്പടക്കാൻ ഞാനും നിങ്ങളും ഇല കഴിച്ചിട്ടില്ല. ശരീരത്തിന്റെ ആരോഗ്യത്തിന് വേണ്ടി ഇല കഴിക്കാറുണ്ട്, വിശപ്പടക്കാൻ ഇല കഴിച്ചിട്ടില്ല. അല്ലാഹുവിന്റെ റസൂലും ഖദീജും ബീവിയും, ഉമ്മമാരെ, ഖദീജ ബീവി നല്ല ആരോഗ്യവതിയായിരുന്നു, നല്ല ആഴവും നീട്ടവുമുള്ള ഉമ്മയായിരുന്നു, നല്ല തുടുത്ത മുഖങ്ങളായിരുന്നു, സ്ഫുരിക്കുന്ന കണ്ണുകളായിരുന്നു. ഖദീജ ബീവി 3 കൊല്ലം ദാറുൽ അർഖമിൽ കഴിഞ്ഞപ്പോ സഹാബത്ത് പറയുകയാണ്, മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൂടെ 25 കൊല്ലം മുത്തുനബിന്റെ കൂടെ കിടന്ന ഉമ്മ, മുത്തുനബിക്ക് വെറുപ്പുള്ള വേദനയുള്ള ഒരു വാക്ക് പോലും ഖദീജ ബീവിന്റെ വക്കിന്ന് വന്നില്ല. അങ്ങനെയുള്ള ഖദീജ ബീവി മുത്തുനബിക്ക് എല്ലാം കൊടുത്തു. വലിയ ധനാഢ്യയാണ്. അബൂജഹൽ പലപ്പോഴും ബിസിനസ്സിൽ പണമറക്കാൻ ഖദീജ ബീവിന്റെ വക്കിന്ന് കടം മേടിക്കാറുണ്ട്. മക്കയിലെ പ്രമുഖന്മാരൊക്കെ ബിസിനസ്സിൽ പണമറക്കാൻ ഖദീജ ബീവിന്ന് കടം മേടിക്കാറുണ്ട്. മക്കയിലെ ധനാഢ്യയാ, വലിയ ബിസിനസ്സുകാരിയാ. ആ ഖദീജ ബീവി നല്ല ആരോഗ്യവതിയാണ്, നല്ല ഭക്ഷണം കഴിച്ചിരുന്നവരാണ്. ഖദീജ ബീവി 3 കൊല്ലം ആ ദാറുൽ അർഖമിൽ പട്ടിണി കിടന്നു. ഗസയിൽ പട്ടിണി കിടക്കുന്ന നമ്മുടെ ഉമ്മമാർ, ഗസയിൽ പട്ടിണി കിടക്കുന്ന നമ്മുടെ സഹോദരിമാർ ഈ ഖദീജ ബീവിയുടെ മക്കളാ, അവരുടെ പിൻതലമുറക്കാരാ. മുത്തുനബിന്റെ ശരീരം ഉരുമ്മിയിട്ട് 25 കൊല്ലത്തോളം കിടക്കാൻ ഭാഗ്യം ലഭിച്ച ഒരേ ഒരു ഉമ്മ ഖദീജ ബീവിയാ. ജിബ്രീലിന്റെ സലാം കിട്ടിയ ഒരേ ഒരു ഉമ്മ ഖദീജ ബീവിയാണ്. ജിബ്രീലിനോട് സംസാരിച്ച ഒരേ ഒരു ഉമ്മ ഖദീജ ബീവിയാ. പ്രിയപ്പെട്ടവരെ, സൈനബ ബീവിയെയും ഉമ്മു കുൽസൂമിനെയും റുഖയ്യ ബീവിയെയും ഫാത്തിമ ബീവിയെയും പ്രസവിച്ച ഉമ്മയാണത്. ഖാസിം എന്ന കുട്ടിയെയും അബ്ദുള്ള എന്ന മക്കളെയും റളിയല്ലാഹു അൻഹും അവർക്ക് ജന്മം നൽകിയ ഉമ്മയാണത്.
ആ മക്കൾ മുഴുവനും ആ ഉമ്മാന്റെ മുലയിൽ നിന്നാണ് മുല കുടിച്ചത്. ആ മക്കളെല്ലാം റൈഹാനത്തുർ റസൂലായ റസൂലുള്ളാഹിന്റെ പുന്നേര മകൾ ഫാത്തിമ ബീവി മുല കുടിച്ചത് ആ ഉമ്മാന്റെ മുലയാണ്. ആ 6 മക്കളും മുല കുടിച്ചത് ഖദീജ ബീവിന്റെ മുലയാണ്. നല്ല ആരോഗ്യവതിയാണ്, നല്ല കഴിവുള്ളവരാണ്, ബുദ്ധിയുള്ളവരാ. ദാറുൽ അർഖമിൽ നിന്ന് 3 കൊല്ലത്തെ ഉപരോധം സഹിച്ചിട്ട് ഇന്നത്തെ ആൾക്കാരുടെ മുൻതലമുറക്കാരായ ഭീകരന്മാരായ തീവ്രവാദികളായ കൂട്ടര്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുത്തുനബിയെയും ഖദീജമ്മ ബീവിയെയും അവിടെയുള്ള സഹാബത്തിനെയും പട്ടിണിക്കിട്ടിട്ട്, പ്രിയപ്പെട്ടവരെ, 3 കൊല്ലം കഴിഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂൽ അവിടുത്തെ 49ാമത്തെ വയസ്സിൽ ദാറുൽ അർഖം നിന്ന് പുറത്തേക്ക് വന്നപ്പോ ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ ദാറുൽ അർഖമിൽ നിന്ന് പുറത്തു വന്നത് കൂന്നിട്ടാണ് പുറത്തു വന്നത്. വളഞ്ഞുപോയി, ഖദീജ ബീവി വളഞ്ഞുപോയി. സഹാബത്ത് പറയുന്നുണ്ട്, ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ അവിടുത്തെ മസിലുകളൊക്കെ ഇളകിപ്പോയി, അവിടുത്തെ കണ്ണ് ആഴ്ന്നിറങ്ങിപ്പോയി. എന്തൊരു മനോഹരമായ കണ്ണായിരുന്നു അത്. ശരീരം ഒട്ടിച്ചുളിഞ്ഞു പോയി. മുത്തുനബിയെ വല്ലാതെ സ്നേഹിച്ച ഉമ്മ, മുത്തുനബിക്ക് ഉമ്മയുടെ സ്ഥാനം നൽകിയ ഉമ്മ, മുത്തുനബിക്ക് പെങ്ങളെ സ്ഥാനം നൽകിയ ഉമ്മ, ഒരു പെണ്ണിൽ നിന്ന് എന്തൊക്കെ കിട്ടണോ അത് മുഴുവനും നൽകിയ ഉമ്മ ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ കൂന്നുപോയി. റുക്കൂ ചെയ്യുന്ന ആ രൂപത്തിൽ പരുവത്തിലായി കൂന്ന് പതുക്കെ പതുക്കെ അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ അവിടുത്തെ വീട്ടിൽ വന്ന് കൂടുതൽ കാലം ജീവിച്ചില്ല. ഖദീജ ബീവി വഫാത്തായി പോയി. ദാറുൽ അർഖമിൽ നിന്ന് ഏറ്റ ക്ഷീണമാണ്. 3 കൊല്ലത്തെ ഉപരോധത്തിന്റെ ഫലമാണ് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ക്ഷീണിച്ചു പോയത്. ഖദീജ ബീവി ക്ഷീണിച്ചു, അങ്ങനെ മരണപ്പെട്ടു പോയി, വഫാത്തായി പോയി. അവിടെ നിന്ന് കൂടുതൽ കാലം ജീവിച്ചിട്ടില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തെല്ലാം ചരിത്രങ്ങളുണ്ട് ഈ ദീനിന് പറയാൻ, എന്തെല്ലാം ചരിത്രങ്ങളുണ്ട് ഈ ദീനിന് പറയാൻ. അതാണ് ഗസ്സയിൽ നിന്ന് കാണുന്നത്. ചെറിയ മക്കള്, 1 വയസ്സുള്ള കുട്ടി, ആ കുട്ടി മരിക്കുമ്പോ മൂത്ത കുട്ടി 3 വയസ്സുള്ള കുട്ടി മോനക്ക് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഷഹാദത്ത് കലിമ ചൊല്ലിക്കൊടുക്കുന്നത് ലോകം കാണുകയാണ്. ലോകത്ത് കാണുകയാണ്. അള്ളാഹു ലോകത്തിന് കാണിച്ചു കൊടുക്കുകയാണ്. ഇമാനിന്റെ ശക്തി കാണിച്ചു കൊടുക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇതൊക്കെ എന്ന് തുടങ്ങിയതാ? ഇതൊക്കെ എവിടെ നിന്ന് തുടങ്ങിയത്? ആരാണ് ആദ്യം ഉപരോധം തുടങ്ങിയത്? ആരാണ് ഉപരോധ പത്രം വിശുദ്ധ കഅബാലയത്തിൽ എഴുതി തൂക്കിയത്? ആ ഉപരോധ പത്രത്തിന് സഹീഫത്തുൽ മുഖാത്തഅ എന്ന്, അതെ, ബന്ധവിച്ഛേദന പത്രം എന്ന്, പത്രികയെന്ന് നാമകരണം ചെയ്തുകൊണ്ട് എഴുതി വെച്ചതാരാ? അവസാനം ഹംസത്തുൽ കർറാർ ഇസ്ലാമിലേക്ക് വന്നു. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വന്നു. അവരൊക്കെ ഇസ്ലാമിലേക്ക് കടന്നു വന്നതിന്റെ ശേഷം ഖുറൈശി തറവാട്ടിൽപ്പെട്ട ആളുകൾ തന്നെ അത് കീറിക്കളഞ്ഞു. ഈ ഉപരോധം നീട്ടിക്കൊണ്ടുപോകാൻ പറ്റൂല. ഇല തിന്ന് സഹാബത്തിന് കാട്ടിക്കുന്നത് ആടുകൾ കാട്ടിക്കുന്നത് പോലെയായിരുന്നു. ആടുകൾ കാട്ടിക്കുന്നത് പോലെയാണ് സഹാബത്ത് കാട്ടിച്ചത്. അവർക്ക് ഇലയായിരുന്നു ഭക്ഷണം, ധാന്യങ്ങൾ കൊടുത്തില്ല. വെള്ളം കൊടുക്കാതെ സഹാബത്ത് മൂത്രമൊഴിക്കാൻ കഴിയാതെയായി പോയി. 3 കൊല്ലമാണ് ഉപരോധം. മുത്തുനബിയെ 3 കൊല്ലം, 47, 48, 49, 49ാമത്തെ വയസ്സിന്റെ അവസാനമാണ് അവിടെ നിന്ന് ഇറങ്ങി വന്നത്. എന്നിട്ടോ 50ാമത്തെ വയസ്സിൽ അബൂ ത്വാലിബ് മരണപ്പെട്ടു പോയി. 50ാമത്തെ വയസ്സിൽ അബൂ ത്വാലിബ് മരണപ്പെടുന്നു. അബൂ ത്വാലിബ് മരണപ്പെട്ട് 3 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഖദീജ ബീവി മരിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂലിന്റെ ഉമ്മ അവിടുത്തെ 6ാമത്തെ വയസ്സിൽ മരിച്ചില്ലേ, വഫാത്തായില്ലേ? അല്ലാഹുവിന്റെ റസൂൽ ജനിക്കുന്നതിന്റെ മുമ്പ് ബാപ്പ അബ്ദുള്ള എന്നവര് മരിച്ചുപോയില്ലേ? ബാപ്പ എന്ന് വിളിക്കാൻ മുത്തുനബിക്ക് ആരും ഉണ്ടായില്ല. അബി എന്ന് വിളിക്കാൻ മുത്തുനബിക്കാരും ഉണ്ടായില്ല. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഹലീമ ബീവി നോക്കി. ഹലീമ ബീവി മുല കൊടുത്തു. അതിനുശേഷം ആദ്യം മുല കൊടുത്തത് ആമിന ബീവി തന്നെയാണ്. മുത്തുനബിക്ക് ആദ്യം മുല കൊടുത്തത് ആമിന ബീവി തന്നെയാണ്. 3 ദിവസം ആമിന ബീവി തന്നെ മുല കൊടുത്തിട്ടുണ്ട്. സുവൈബത്തുൽ അസ്ലമിയ പിന്നീട് മുല കൊടുത്തു. 8 ഉമ്മമാർ മുത്തുനബിക്ക് മുല കൊടുത്തിട്ടുണ്ട്.
8 ഉമ്മമാർ മുത്തുനബിക്ക് മുല കൊടുത്തതിൽ കൂടുതൽ കാലം മുല കൊടുക്കാനുള്ള സൗഭാഗ്യം ലഭിച്ചത് അത് ഹലീമത്തു സഅദിയ റളിയല്ലാഹു തആല അൻഹാക്കാണ്. ഹലീമത്തു സഅദിയ 3-ാമത്തെ വയസ്സിൽ മുത്തുനബിയുമായിട്ട് മക്കയിലേക്ക് വരുമ്പോ എത്ര ചെറിയ കുട്ടിയാണത്. 3-ാമത്തെ വയസ്സിൽ എന്തൊരു മനോഹരമായ മുഖം, സുബ്ഹാന ജല്ല ജലാലു. അവിടുത്തെ കണ്ണുകളുടെ കൃഷ്ണമണിക്ക് ചുറ്റുഭാഗത്തുമുള്ള വെളുപ്പ്, ആ വെളുപ്പിനോട് അല്പം ചുമപ്പ് കലർന്ന രൂപത്തിലായിരുന്നു അവിടുത്തെ കൺതടങ്ങൾ. അവിടുത്തെ പുരികങ്ങൾ നീണ്ട പുരികങ്ങളായിരുന്നു, കൂട്ടുപുരികങ്ങൾ അല്ലെങ്കിലും നീണ്ട പുരികങ്ങളായിരുന്നു. അവിടുത്തെ മൂക്ക് നീണ്ട മൂക്കും അല്പം സെൻട്രൽ ഭാഗത്ത് നടുഭാഗത്ത് വളവുള്ള രൂപത്തിലുള്ള നീണ്ട മൂക്കുകളും മൂക്കിന്റെ ദ്വാരം സാമാന്യം വലുപ്പമുള്ള രൂപത്തിലായിരുന്നു. സുബ്ഹാനല്ലാഹ്, ഒലിച്ചിറങ്ങുന്ന മുഖമായിരുന്നു. അവിടുത്തെ 32 പല്ലുകളും മനോഹരമായിരുന്നു. മുൻപല്ലിലൂടെ പ്രകാശം വന്നിരുന്നു. അവിടുത്തെ ശരീരത്തിലെ വിയർപ്പ് തുള്ളികൾ കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ളതായിരുന്നു. ആ വിയർപ്പ് തുള്ളികൾ അവിടുത്തെ ഭാര്യമാർ മുത്തുനബി കിടന്നുറങ്ങുമ്പോ 30 പുരുഷന്മാർ ആരോഗ്യമുണ്ട്. ആ 30 പുരുഷന്മാർ സ്വർഗത്തിലെ പുരുഷന്മാരാണ്. അപ്പോ ഈ ഭൂമിയിലെ 300 പുരുഷന്മാർ ആരോഗ്യമുണ്ട് മുത്തുനബിക്ക്. നന്നായി വിയർക്കും അല്ലാഹുവിന്റെ റസൂൽ. ആ വിയർപ്പ് മുഴുവനും ആ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ, ഖദീജ ഉമ്മ ബീവി തന്റെ ശരീരത്തോട് ചേർത്തി വെച്ചില്ലേ. ആ വിയർപ്പ് മണക്കാനുള്ള മഹാഭാഗ്യം 25 കൊല്ലം ഖദീജ ഉമ്മ ബീവിക്ക് ലഭിച്ചില്ലേ. ഖദീജ ഉമ്മ ബീവി മരണപ്പെട്ടതിനു ശേഷം സൗദ ബീവിയെയാണ് കല്യാണം കഴിച്ചത്. സൗദ ബീവിക്ക് ശേഷം ആയിഷ ബീവിയെയാണ് കല്യാണം കഴിച്ചത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, അവിടുത്തെ വിയർപ്പിന്റെ മണം എന്തൊരു സുഗന്ധമായിരുന്നു. ആ വിയർപ്പ് നന്നായി വിയർക്കും. റസൂലുള്ളാഹി ഉറങ്ങുമ്പോൾ നന്നായി വിയർക്കും. നെറ്റിത്തടത്തിൽ നിന്ന് വിയർപ്പ് ഇങ്ങനെ ഒഴുകും. ആ വിയർപ്പുകൾ വടിച്ചിട്ട് മുസ്ലിം റളിയല്ലാഹു അൻഹാ ഒരു കുപ്പിയിലാക്കി വെക്കുമ്പോ ഉണർന്ന റസൂലുള്ളാഹി ചോദിക്കുന്നു, മുസ്ലിമേ, എന്തിനാണ് വിയർപ്പ് തുള്ളികൾ കുപ്പിയിലാക്കുന്നത്? എന്തിനാണ് വിയർപ്പ് തുള്ളികൾ കുപ്പിയിലാക്കുന്നത്? പ്രിയപ്പെട്ടവരെ, അബ്ദുൽ വാസിന്റെ വകയല്ല, സമസ്തയുടെ വകയല്ല. നോക്ക് നിങ്ങൾ, സഹീഹ് മുസ്ലിം എന്ന ലോകം അംഗീകരിക്കുന്ന ഹദീസിന്റെ കിതാബായ സഹീഹ് മുസ്ലിം, ആ സഹീഹ് മുസ്ലിമിൽ എത്ര ഹദീസാണ് ഇതിന് പറഞ്ഞതെന്നറിയോ? ലോകത്ത് ഇന്നേ വരെ ആരും ചോദ്യം ചെയ്യാത്ത ഹദീസുകളാണത്. ആ ഹദീസിൽ കാണാം, അതാ കുപ്പിയിലാക്കി വെക്കുമ്പോ മുത്തുനബി ഉണർന്ന് മുസ്ലിമിനോട് ചോദിക്കുന്നു, മുസ്ലിം എന്തിനാണ് ഇത് ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോ മുസ്ലിം പറയുന്നു, യാ റസൂലല്ലാഹ്, ഇത് മിസ്കിനേക്കാൾ സുഗന്ധമുള്ളതാ. ഞങ്ങൾ കാശ് കൊടുത്ത് വാങ്ങുന്ന അത്തറുകളിൽ ഇത് ഉപയോഗിക്കാനാണ്, കൂട്ടാനാണ്. അതോടുകൂടെ തന്നെ ഞങ്ങളെ വീട്ടിൽ ആർക്കെങ്കിലും രോഗം വരുമ്പോ വെള്ളത്തിൽ ഒഴിച്ച് കൊടുക്കാനാ. ലോകത്തിന്നേ വരെ ജീവിച്ചൊരു പ്രവാചകന്റെ അനുയായികൾ ആ പ്രവാചകന്റെ വയർപ്പ് ഗണങ്ങൾ എടുത്ത് സൂക്ഷിച്ചു വെച്ചതായി ചരിത്രത്തിലില്ല. ഉണ്ടോ? ഏതെങ്കിലും ഒരു പ്രവാചകന്റെ അനുയായികൾ ആ പ്രവാചകന്റെ വയർപ്പ് ഗണങ്ങൾ കുപ്പിയിലാക്കി സൂക്ഷിച്ചു വെച്ച ചരിത്രമുണ്ടോ? ആ പ്രവാചകന്റെ ഭാര്യമാർ അവിടുത്തെ വയർപ്പ് ഗണങ്ങൾ കുപ്പിയിലാക്കി സൂക്ഷിച്ചു വെച്ച ചരിത്രമുണ്ടോ? ഏതെങ്കിലും ഒരു പ്രവാചകന്റെ അനുയായികൾ ആ പ്രവാചകന്റെ തുപ്പുനീരിന് വേണ്ടി കൈനീട്ടിയിട്ടുണ്ടോ? സഹീഹുൽ ബുഖാരിയിലില്ലേ, മുത്തുനബി തുപ്പുമ്പോ ആ തുപ്പുനീരിന് വേണ്ടി സഹാബത്ത് കൈകൾ കാട്ടുന്നു. ആ തുപ്പുനീര് കയ്യിൽ വാരുന്നു. കയ്യിൽ വാങ്ങിച്ചിട്ട് അത് ശരീരത്തിൽ പുരട്ടുന്നു, തേക്കുന്നു. കിട്ടാത്ത ആളുകൾ കിട്ടിയവരുടെ ശരീരത്തിൽ വന്നിങ്ങനെ ഉരക്കുന്നു. സഹീഹുൽ ബുഖാരിയിലുണ്ട്. ആർക്കെങ്കിലും ഉർവത്ത് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, فوالله ما تنخم رسول الله صلى الله عليه وسلم نخامة إلا وقعت في كف واحد منهم. മുത്തുനബി തുപ്പുമ്പോ ആ തുപ്പുനീരിന്റെ ഒരു കണിക പോലും പുറത്തേക്ക് പോകൂല. ആ കണിക മുഴുവനും സഹാബത്ത് എടുക്കുന്നു. ആയിഷ ബീവി പറഞ്ഞില്ലേ, വഫാത്തിന്റെ സമയത്തിന്റെ മാറിൽ കിടക്കുകയാണ് മുത്തുനബി. മുത്തുനബിന്റെ മാറിലേക്ക് ചാഞ്ഞു കിടക്കുകയാണ് വഫാത്തിന്റെ സമയത്ത്.
ആ സമയത്ത് എൻ്റെ സഹോദരൻ, എൻ്റെ ആങ്ങള അബ്ദുറഹ്മാൻ വന്നപ്പോ, അബ്ദുറഹ്മാന്റെ കയ്യിൽ ഒരു അറാക്കുണ്ട്. ആ അറാക്കിലേക്ക് തന്നെ മുത്തുനബി നോക്കിയപ്പോ ഞാൻ ചോദിച്ചു, റസൂലുള്ളാഹി അറാക്ക് വേണോ എന്ന് ഞാൻ ചോദിച്ചു. എന്തൊരു സ്നേഹത്തോടു കൂടിയുള്ള പെരുമാറ്റമാണ് ആയിഷത്ത് സിദ്ദീഖ റളിയല്ലാഹു അൻഹയുടെ പെരുമാറ്റം. മുത്തുനബിന്റെ ആ നോട്ടത്തിന്റെ അർത്ഥം ആയിഷ ബീവി മനസ്സിലാക്കി. അതാണ് ഒരു സ്വാലിഹത്തായ പെണ്ണിന്റെ നല്ല സ്വഭാവം. ഭർത്താവിന്റെ നോട്ടത്തിന്റെ മാന അർത്ഥം മനസ്സിലാക്കാൻ അവൾക്ക് കഴിയണം. ഒരു ഭർത്താവിന്റെ നോട്ടം, ആ നോട്ടത്തിന്റെ മാന പൂർത്തിയായി അറിയുന്ന പെണ്ണാണ് സ്വാലിഹത്തായ പെണ്ണ്. മുത്തുനബി അറാക്കിലേക്ക് നോക്കിയപ്പോ അറാക്ക് വേണോ എന്ന് ചോദിച്ചു. അറാക്ക് കൊടുത്തു. ആയിഷ ബീവി ചെയ്തത് എന്താണെന്നറിയോ? ആ അറാക്ക് മുത്തുനബിക്ക് കൊടുത്തു. മുത്തുനബി തന്റെ ആ അറാക്ക് കൊണ്ട് പല്ല് തേക്കുമ്പോ അറാക്ക് കുറച്ച് ഉരമുള്ളതായി തോന്നിയപ്പോൾ ആ അറാക്ക് മുത്തുനബിന്റെ പക്കൽ നിന്ന് വാങ്ങിച്ച് ആയിഷ ബീവി തന്റെ വായിലിട്ട് പല്ലുകൾക്കിടയിൽ കടിച്ച് 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 അതിനെ സോഫ്റ്റ് ആക്കി മുത്തുനബിക്ക് കൊടുക്കുന്നു. മുത്തുനബിന്റെ വായിൽ ആദ്യം ആ അറാക്കിട്ടിട്ട് ആ വായിൽ ആ അറാക്കിൽ മുത്തുനബിന്റെ തുപ്പുനീരുണ്ട്. ആ തുപ്പുനീര് ആയിഷ ബീവിന്റെ വായിലാകുന്നു. ആയിഷ ബീവി പിന്നെ ആ അറാക്ക് കടിച്ച് കടിച്ച് സോഫ്റ്റ് ആക്കിയിട്ട് മുത്തുനബിക്ക് കൊടുക്കുമ്പോ ആയിഷ ബീവിന്റെ തുപ്പുനീര് മുത്തുനബിന്റെ വായിലാകുന്നു. ആയിഷ ബീവി പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ പരസ്പരം തുപ്പുനീര് കൈമാറിയാണ് അള്ളാഹുവിന്റെ റസൂല് ലോകത്തോട് വിട പറഞ്ഞതെന്ന് ലോക ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു നേതാവിന് അവകാശപ്പെടാൻ കഴിയുമോ? ലോകത്തെ 10 ലക്ഷം ജൂതന്മാരെ കൊന്നൊടുക്കിയ ജർമ്മനി അടക്കി ഭരിച്ചിരുന്ന ഹിറ്റ്ലറില്ലേ, ആ ഹിറ്റ്ലർ അദ്ദേഹം പ്രിയപ്പെട്ടവരെ ആത്മഹത്യ ചെയ്തതാണ്. അദ്ദേഹം ആത്മഹത്യയാണ് ചെയ്തത്. മുത്തുനബി വഫാത്താക്കുന്നത് സ്വന്തം സഹധർമ്മിണിയുടെ ആയിഷ ബീവിന്റെ മാറത്ത് കിടന്നിട്ടാണ് മുത്തുനബി വഫാത്താകുന്നത്. എവിടെയാണ് സഹോദരിമാർക്ക്, ഉമ്മമാർക്ക് ദീൻ പരിഗണന നൽകാത്തത്? ഒരു പ്രവാചകൻ ഭാര്യന്റെ മാറത്ത് കിടന്നിട്ട് മരിക്കുന്നു എന്ന് പറയുമ്പോ ഭാര്യയാകുന്ന പെണ്ണിനോട് എത്രമാത്രം ആദരവും ബഹുമാനമാണ് ഒരു പ്രവാചകൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അറിയാത്തതിന്റെ പേരിൽ, ഇസ്ലാമിൽ സ്ത്രീകൾക്ക് നൽകിയ സ്വാതന്ത്ര്യം അറിയാത്തതിന്റെ പേരിൽ പ്രിയപ്പെട്ടവരെ വെറുതെ വിമർശിക്കുകയാ. ആയിഷത്ത് സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, മെൻസസ് ഉണ്ടായാൽ ജൂതന്മാര് വീട്ടിലേക്ക് പെണ്ണുങ്ങളെ കടത്തൂല. ജൂതന്മാര് ഹൈദുള്ള പെണ്ണുങ്ങളുള്ള വീട്ടിലേക്ക് പോവൂല. ഹൈദുള്ള പെണ്ണുങ്ങൾ തൊട്ട പാത്രം തൊടൂല. ഹൈദുള്ള പെണ്ണുങ്ങളെ ശരീരത്തിൽ ജൂതന്മാരെ വസ്ത്രം തൊടാൻ സമ്മതിക്കൂല. ഇങ്ങനെ ഹൈദുള്ള പെണ്ണുങ്ങളെ അകറ്റി നിർത്തുന്ന, മെൻസസ് പീരീഡുകളിൽ പെണ്ണുങ്ങളെ അകറ്റി നിർത്തുന്ന സ്വഭാവമാണ് ജൂതന്മാർക്ക് അന്നും ഇന്നുമുള്ളത്. ക്രിസ്ത്യാനികളാകുന്നോ ജൂതന്മാർ, ക്രിസ്ത്യാനികളാണെങ്കിലോ അവർ ഹൈദുള്ള പെണ്ണുമായി അവർ ബന്ധപ്പെടുന്ന എനിക്ക് വിരോധമൊന്നും അവർക്കില്ല. മെൻസസ് അവർക്കൊരു തടസ്സമല്ല. ഇങ്ങനെ വന്നപ്പോ വിശുദ്ധ ഖുർആനിൽ ആയത്തിറങ്ങി. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ വിശദീകരണങ്ങൾ നൽകി. ആയിഷ ബീവി പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ എന്റെ വീട്ടിൽ വന്ന് എന്റെ മടിയിൽ തലവെച്ചുകൊണ്ട് റസൂലുള്ളാഹി കിടക്കും. അബ്ദുൽ വാസി വെറുതെ പറയല്ല, സഹീഹുൽ ബുഖാരി മറിച്ചു നോക്ക്. സഹീഹുൽ ബുഖാരിയിലുണ്ട്. ആയിഷ ബീവി പറയുന്നു, എന്റെ മടിയിൽ മുത്തുനബി തലവെച്ച് കിടക്കും. എന്റെ മടിയിൽ മുത്തുനബി തലവെച്ച് കിടന്നിട്ട് യഖ്റഉൽ ഖുർആൻ, അല്ലാഹുവിന്റെ റസൂൽ ഖുർആൻ ഓതും. അതേ മുത്തുനബി മദീനത്തെ പള്ളിയിൽ ഇഅ്തികാഫിരിക്കുമ്പോ ആ പള്ളിന്റെ അപ്പുറത്ത് തന്നെ ഞാൻ ഉണ്ടാകും. വീട്ടിൽ പള്ളിന്റെ ഒരു ചുമരപ്പുറത്താണ് വീടുള്ളത്. ആ വീട്ടിൽ ഞാൻ ഉണ്ടാകും. ആ വീട്ടിലേക്ക് ഇഅ്തികാഫിരിക്കുന്ന മുത്തുനബി എന്റെ മടിയിലേക്ക് തലയിട്ട് തരും. ആ തല ഞാൻ കഴുകിക്കൊടുത്ത് വാർന്നു കൊടുക്കും. അല്ലാഹുവിന്റെ റസൂലിന്റെ മുടി പലപ്പോഴും ആയിഷ ബീവി വാർന്നു കൊടുത്തിട്ടുണ്ട്. മുത്തുനബിക്ക് അത്തറ് പുരട്ടി കൊടുത്തിട്ടുണ്ട്. മുത്തുനബിയും ആയിഷ ബീവിയും ഒന്നിച്ചൊരേ പാത്രത്തിൽ നിന്ന് കുളിച്ചിട്ടുണ്ട്. ആയിഷ ബീവി പറയുകയാണ്, ഹൈദുണ്ടാകുമ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞാൻ കുടിച്ച പാല്
ഒരു ഗ്ലാസ്സിൽ ഞാൻ പാല് കുടിക്കും. ആ പാലിന്റെ പകുതി ഭാഗം ഞാൻ കുടിച്ചിട്ട് പകുതി മുത്തുനബിക്ക് കൊടുക്കും. ഞങ്ങൾക്ക് രണ്ടുപേർക്കും കുടിക്കാൻ ഒരു ഗ്ലാസ്സാണ് ഉള്ളത്. ഞാൻ ഹൈദുള്ള സമയത്ത് പാല് കുടിച്ച് ആ പാലിന്റെ പാത്രം മുത്തുനബിക്ക് കൊടുത്തിട്ട്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂല്, ആയിഷ ബീവി ചുണ്ട് വെച്ച അതേ ഭാഗത്ത് തന്നെ ചുണ്ട് വെച്ചുകൊണ്ട് പാല് കുടിക്കും. സഹീഹുൽ ബുഖാരിയിലുണ്ട് ഈ ഹദീസ്. ഇങ്ങനെ തന്നെ ആയിഷ ബീവി പറഞ്ഞിട്ടുണ്ട്. ലോകമേ, മുത്തുനബിയെ മനസ്സിലാക്കുക, മുത്തുനബിന്റെ സ്നേഹലോകം മനസ്സിലാക്കുക. അല്ലാഹുവിന്റെ റസൂലിനെ പോലെ ഭാര്യമാരെ സ്നേഹിച്ചൊരു മനുഷ്യനെ കാണാൻ കഴിയില്ല. സമയമുണ്ടെങ്കിൽ ഞാൻ അവധി വഴി കടന്നു വരാം. പറഞ്ഞു വരുന്നത്, പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂൽ ദാറുൽ അർഖമിൽ നിന്ന് വന്നു. 49-ാമത്തെ വയസ്സിൽ വന്നു. 50-ാമത്തെ വയസ്സിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സംരക്ഷണം ഏറ്റെടുത്ത, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പ്രസവിക്കപ്പെടുന്നതിന്റെ മുമ്പ് ബാപ്പ മരിച്ചുപോയി. 6-ാമത്തെ വയസ്സിലാണ് ഉമ്മ മരിക്കുന്നത്. 3-ാമത്തെ വയസ്സിൽ മുത്തുനബിയാകുന്ന അല്ലാഹുവിന്റെ റസൂലിന്റെ കൈപിടിച്ചിട്ട് ഹലീമ ബീവി, പ്രിയപ്പെട്ടവരെ, മദീനയിൽ നിന്ന് മക്കയിൽ നിന്ന് കുറച്ചപ്പുറമാണ് ഹലീമ ബീവിന്റെ വീട്. ഒരു ദിവസത്തോളം യാത്ര ചെയ്താലേ എത്താൻ കഴിയൂ. അവിടെയാണ് ഹലീമ ബീവി ഉള്ളത്. ഹവാസിൻ ഗോത്രക്കാരിയാണ് ഹലീമ ബീവി. ആ ഹവാസിൻ ഗോത്രത്തിൽ നിന്ന് മക്കയിലേക്ക് എത്തണമെങ്കിൽ കുറച്ച് നടക്കണം, കുറച്ച് സഞ്ചരിക്കണം, ഒരു ദിവസത്തോളം യാത്ര ചെയ്യണം.